ജീവിക്കുന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ സാക്ഷ്യം പറയാൻ സഹായിച്ചതിന് ഞാൻ ആദ്യമേ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് മെൽവിൻ പോൾ. എൻ്റെ വീട് കൊല്ലത്താണ്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ കോളേജിലുണ്ടായ ഒരു തടസ്സത്തിനെ മാറ്റിത്തന്നതിനെ കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത്. മെയ് മാസം 11-ാം തീയതി 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കൃപാസനം മാതാവിനെ പറ്റി എന്നോട് കുറേ പേര് പറയും, എൻ്റെ അമ്മ പറയും. എങ്കിലും ഞാൻ അത്ര കാര്യമേ അതെടുക്കാറില്ലായിരുന്നു. പ്രാർത്ഥിക്കാനായി പള്ളിയിലൊക്കെ പോകുമെങ്കിലും അത്ര വിശ്വാസമൊന്നും ഇല്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു പ്രാവശ്യം കോളേജിൽ മാർച്ച് മാസത്തിൽ ഒരു സ്പോർട്സ് ഡേയുടെ ഭാഗമായി ഒരു പ്രശ്നമുണ്ടായി. അതൊരു അടിയിലേക്ക് കടന്നു. എങ്കിലും യാതൊരു ബന്ധമില്ലാത്ത എന്നെ അതിലവർ പെടുത്തിയിട്ട് മാർച്ച് മാസം എന്നെ ആ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏപ്രിൽ മാസം മുഴുവൻ കോളേജിൽ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ പുറത്താക്കി തന്നെ നിർത്തിയേക്കുമായിരുന്നു. അങ്ങനെ മെയ് മാസം 5-ാം തീയതി എന്നോടും എൻ്റെ വീട്ടുകാരോടും കോളേജിലോട്ട് വരണം, അവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം കൊല്ലം വഴി എറണാകുളത്തോട്ട് പോകുന്നപ്പം അമ്മ പറഞ്ഞു ഇവിടെ കയറിയിട്ട് പോകണം, ഇല്ലെങ്കിൽ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് പോകാം, ഇങ്ങനൊരു കാര്യത്തിന് പോകുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പപ്പയൊക്കെ പറഞ്ഞു ഇല്ല, സമയമില്ല, പെട്ടെന്ന് അവിടെ എത്തണം, അതുകൊണ്ട് നമുക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴി കയറാമെന്ന്. അപ്പോൾ ഞാനും അതങ്ങനെ കാര്യമായിട്ട് എടുക്കാതെ നേരെ കോളേജിലോട്ട് പോയി. കോളേജിൽ ചെന്നപ്പം നേരെ അകത്തോട്ട് കയറാനൊന്നും സമ്മതിക്കുന്നില്ല. അവിടെ പുറത്തൊക്കെ പിടിച്ച് നിർത്തി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവസാനം പ്രിൻസിപ്പളിനെ കയറാനായി കോളേജിലേക്ക് കയറി. കോളേജിലോട്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യം പറയുന്നത് നിന്നെ ഇവിടെ ഇനി തുടർന്ന് പഠിപ്പിക്കാൻ സമ്മതിക്കില്ല, ഇപ്പോൾ തന്നെ പുറത്താക്കിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാര്യം യാതൊരു ബന്ധമില്ലാത്തൊരു പ്രശ്നത്തിന് എന്നെ പുറത്താക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ അടിയുടെ പുറകെ 2-3 ദിവസം കോളേജൊക്കെ അടച്ചിടുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ അടി തുടങ്ങാൻ കാരണം ഞാനാണെന്നും അതിനെ തുടർന്നുണ്ടായ പ്രശ്നത്തിൽ നീ ഇല്ലെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി വെച്ചത് നീ, അതുകൊണ്ട് നിന്നെയാണ് പുറത്താക്കുന്നത്, കൂടുതൽ ബന്ധത്തിലുള്ളവരെ ഒന്നും പുറത്താക്കുന്നില്ല, അത് വേറെ രീതിയിൽ ഡീൽ ചെയ്തോളാം എന്നൊക്കെ കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങ് ആകെ വിഷമമായി. ഞാൻ കരയാനൊക്കെ തുടങ്ങി. പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ നിന്ന് കരഞ്ഞ്, എൻ്റെ അമ്മയും കുറേ കരഞ്ഞു. എന്ത് ചെയ്യണമെന്ന് പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുക. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഇവിടെ കയറണമെന്ന് അമ്മ പറഞ്ഞല്ലേ, എന്നിട്ട് കയറാത്തതിൻ്റെയാണ് നമ്മളെ ശിക്ഷിച്ചതെന്നൊക്കെ അമ്മ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരുന്ന വഴി കയറി. അങ്ങനെ ഇത് മെയ് 5-ാം തീയതി നടക്കുന്നത്. അപ്പം അന്ന് എനിക്കെന്തോ എവിടുന്നോ ആരോ പറയുന്ന പോലെ തോന്നി, ഒരു ഉടമ്പടി എടുക്കണം എങ്കിലേ എല്ലാം ശരിയാകൂ. അപ്പം ഞാനും വിചാരിച്ചു എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ഉടമ്പടി എടുക്കാം. അങ്ങനെ മെയ് 11-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഓരോ നിയോഗങ്ങൾ വെച്ച്, എങ്കിലും മനസ്സിൽ മെയിനായിട്ടും ഈ ഒരൊറ്റ നിയോഗമാണ്, എങ്ങനെയും കോളേജിൽ തിരിച്ച് കയറാൻ പറ്റണം, പഠിക്കണം. കാര്യം ഇവിടുന്ന് പുറത്തായി കഴിഞ്ഞാൽ വേറെ വഴിയില്ല, നമുക്ക് പഠിത്തം നിർത്തിയേ പറ്റത്തുള്ളൂ, അല്ലെ ആദ്യം തൊട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങാം. അപ്പം നിയോഗങ്ങളൊക്കെ വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അത്രയും നാൾ ഞാനങ്ങനെ കൊന്ത പഠിക്കാനിരിക്കുകയോ പള്ളിയിൽ പോവുകയോ, ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകും, എന്നാൽ പോയാലും ചിലപ്പോൾ പുറത്തൊക്കെ നിൽക്കുന്നൊരു ആളായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നേ വരെ ഞാൻ ഞായറാഴ്ചകളിൽ പറ്റുന്ന കണക്ക് എല്ലാ ഞായറാഴ്ചകളിലും നിത്യ കുർബാനയ്ക്കും എല്ലാം പങ്കുചേരാറുണ്ട്. കൊന്ത പഠിക്കും അങ്ങനെ മുടങ്ങാറില്ല. അങ്ങനെ തിരിച്ച് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു. അങ്ങനെ മാതാവിനോട് എന്നും രാവിലത്തെ പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചൊല്ലി. എങ്കിലും ഇതൊന്നും ശരിയാവുന്നില്ല. കോളേജിലെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. ഞാൻ ഇതുവരെ തിരിച്ച് കയറിയിട്ടില്ല. അപ്പം എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. ഞാൻ എവിടെ പോയാലും ഇവിടുത്തെ കാശ് രൂപം പിടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അവസാനം ഒരു വഴി കാണിച്ചു തന്നു മാതാവ്. നേരെ യൂണിവേഴ്സിറ്റിയിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി പോയി പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുക, അവിടെ നിന്നൊരു തീരുമാനം വരുമെന്ന് ആരോ പറഞ്ഞു തന്ന പോലെ തോന്നി. അങ്ങനെ മെയ് 20 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് പറയുന്നത്. കാര്യം അവർ പറഞ്ഞു ഇതൊരു പ്രശ്നമല്ല, നീ തിരിച്ച് കോളേജിൽ ചെന്നാൽ മതി, അവിടെ ചെന്ന് സംസാരിച്ച് നോക്കുമ്പോൾ എന്താ പറയുന്നത് നോക്കൂ. അങ്ങനെ ഞാൻ തിരിച്ച് ഒന്നുകൂടെ കോളേജിൽ പോയപ്പോൾ അപ്പോഴും അവിടുന്ന് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല, നിന്നെ പുറത്താക്കാൻ തന്നെയാണ് തീരുമാനം, വേറെ മാറ്റങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെയും വിഷമമായി. ഞാൻ ഇപ്പോൾ എവിടെ പോയാലും ഈ കാശ് രൂപം കൊണ്ട് നടക്കും, എന്നിട്ടും ഇതൊന്നും നടക്കുന്നില്ലല്ലോ, എനിക്ക് ഞാനങ്ങ് തകർന്നു പോയി. അങ്ങനെ അവസാനം ജൂൺ മാസം 1-ാം തീയതി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു 1-ാം തീയതി നേരെ കോളേജിലോട്ട് ചെന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി,
ആരോടും ഒന്നും ചോദിക്കണ്ട, ആരും ഒന്നും പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് തിരിച്ച് കോളേജിലോട്ട് പോകുന്നത്. അങ്ങനെ 1-ാം തീയതി ഞാൻ നേരെ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് കോളേജിലോട്ട്. ഇവിടെ കയറി പറഞ്ഞു, മാതാവേ ഒരവസരം കൂടെ തന്നാൽ മതി, ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ മാതാവിനെ സമർപ്പിച്ചുള്ളൊരു ജീവിതം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് കോളേജിലോട്ട് പോയി. കോളേജിൽ ചെന്നപ്പോഴും ഞങ്ങളുടെ കാറ് ഗേറ്റിന് പുറത്ത് തടഞ്ഞു നിർത്തി, അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും പ്രിൻസിപ്പളിൻ്റെ ഓർഡറാണിത്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോളേജിലോട്ടൊരു കോൾ വന്നു, എത്രയും പെട്ടെന്ന് ആ സ്റ്റുഡൻറ്റിനെ ക്ലാസ്സിൽ കയറ്റണം, യാതൊരുവിധ തടസ്സവും അവനെ പഠിപ്പിക്കാൻ ഉണ്ടാക്കരുത്, യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവാതെ യാതൊരു ആക്ഷനും കോളേജിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് കോളേജിലോട്ട് നേരെ കയറി. പ്രിൻസിപ്പളിന് പറഞ്ഞു, ഇനി യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം അനുസരിച്ച് നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പോവുകയാണ്, അങ്ങനെ നിനക്കിവിടെ പഠിക്കാമെന്നാണ് പറഞ്ഞത്.